ഹായ്! അപ്പം നമ്മൾ ഇന്ന് വരയ്ക്കാൻ പോകുന്നത് മൗണ്ടെയിൻ ആണ്. മൗണ്ടെയിനിൽ ലൈറ്റ് ആൻഡ് ഷാഡോ വരുന്ന രീതിയിൽ നമ്മൾ ഷെയ്ഡൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ അതിനൊരു സ്കെച്ച് ഇട്ട് കൊടുക്കണം. ഫസ്റ്റ് തന്നെ അതിൻ്റെ ബൗണ്ടറി എവിടെയൊക്കെ വരും, ഏതൊക്കെ രീതിയിലാണ് ബൗണ്ടറി വരിക, അതൊക്കെ ഒന്ന് നമ്മൾ സ്കെച്ച് ചെയ്ത് നമ്മൾ HB പെൻസിൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ആദ്യം സ്കെച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ മൗണ്ടെയിൻ്റെ ആ എഡ്ജ് ഭാഗത്തുനിന്ന് ഒന്നിങ്ങനെ ഒരു ഇത്തിരി വളഞ്ഞ് തിരിഞ്ഞൊക്കെ ഉള്ള രീതിയിലൊന്നും ഇങ്ങനെ വരച്ച് കൊടുക്കുക. അതൊരു 3D എഫക്റ്റ് കിട്ടാൻ, ഒരു 2D എഫക്റ്റൊക്കെ കിട്ടാൻ നമുക്ക് ഇത്തിരി കൂടി നല്ലതായിരിക്കും. അതിൻ്റെ മുകളിൽ നമുക്ക് ഇത്തിരി കൂടി ഷെയ്ഡിങ് വന്നു കഴിഞ്ഞാൽ ഇത്തിരി കൂടി നമുക്ക് ബെറ്ററായിട്ട് ഫീൽ ചെയ്യും. അതിന് വേണ്ടിയാണ് നമ്മളങ്ങനെ കൊടുത്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് ഇത്തിരിയും കൂടി ഒന്ന് ഭംഗിയാക്കി നമുക്ക് കൊടുക്കാം. ഇങ്ങനെ നമ്മളിങ്ങനെ ഇത്തിരിയും കൂടി അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ചരിച്ചൊന്ന് നിവർത്തിയൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുക. അപ്പം ആ മൗണ്ടെയിൻ്റെ ഒരു ഫീല് നമുക്ക് വരും. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ എഡ്ജിനെ ഷാർപ്പ് ചെയ്ത് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അതിന് വേണ്ടി ഇപ്പം 3 സൈഡ് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ 2 സൈഡ് കാണുന്ന ഭാഗത്ത് നമുക്കിനി ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ ഡാർക്ക് പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു 8B പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് നമ്മൾ ബോർഡർ കൊടുത്തൊക്കെ ഡാർക്ക് ചെയ്ത് കൊടുത്തു. ആദ്യം നമ്മൾ ബൗണ്ടറിയൊക്കെ ഡാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആ മിഡിലായിട്ട് ആ മൗണ്ടെയിൻ്റെയൊക്കെ മിഡിലായിട്ട് വരച്ചേക്കുന്ന ആ ലൈൻ നോക്കിയിട്ട് നമ്മൾ ഡാർക്കിൽ നിന്ന് ലൈറ്റ് ഷാഡോ വരുന്ന രീതിയിലാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ ഷെയ്ഡ് ചെയ്യണം. എഡ്ജിൽ നമ്മൾ ഡാർക്ക് ചെയ്ത് കൊടുക്കും. അടിയിലോട്ട് വരുന്നതോറും അതിങ്ങനെ കനം ലൈറ്റായിട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ 8B ആയാലും 6B പെൻസിൽ എടുത്താലും അങ്ങനെ തന്നെ കൊടുത്താൽ മതി. ഈ മൗണ്ടെയിൻ്റെ ചെറിയ ഈ 4 മൗണ്ടെയിൻ നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ഇത്തിരി ഇറക്കിയ മൗണ്ടെയിൻ്റെ സൈഡ് നമ്മൾ വരച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് നമ്മൾ ചെറിയ കുഞ്ഞു മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ടത് ചെറുതായിട്ട് ഒരു ത്രികോണ ഷേപ്പിൽ നമുക്കൊന്ന് ഇലയൊക്കെ വരുന്ന പോലെ ഒന്ന് ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മൗണ്ടെയിൻ്റെ ബാക്കി ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ അടുത്ത മൗണ്ടെയിൻ്റെ ഡാർക്കിൽ നിന്ന് ലൈറ്റ് ഷെയ്ഡോ എന്ന രീതിയിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തത് ഏകദേശം ഫിനിഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ മരം വരുന്ന ഭാഗം കണ്ടില്ലേ, ആ ഭാഗത്ത് നമ്മൾ മരം വരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് ഇതാണ് ഇത്തിരി കൂടി വലിയ മൗണ്ടെയിനായിട്ട് നമ്മൾ വരച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ മാർക്കുകളൊക്കെ ഒന്ന് ശരിക്കും ഡാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സെയിം പരിപാടി തന്നെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാനാണ് പോണത്. അപ്പോൾ അതും ഡാർക്കിൽ നിന്ന് ലൈറ്റായിട്ട് വരുന്ന രീതിയിൽ പയ്യെ നമ്മൾ ആദ്യം ഒന്ന് ഷെയ്ഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തിരി കൂടി ഡാർക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കണ്ടോ, നമ്മൾ അമർത്തി ചെയ്യേണ്ട, 2-3 ലെയറായിട്ട് പയ്യെ സോഫ്റ്റായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഇത്രയും കൂടി നല്ല രീതിക്ക് നമുക്ക് ഷെയ്ഡിങ് വരും. നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് സ്ലോ ആക്കിയിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് വരയ്ക്കാം. അപ്പോൾ ഇത്രയും കൂടി നിങ്ങൾക്ക് ബെറ്ററായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ എന്ന രീതിയിൽ ഒന്നിച്ച് വരയ്ക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയും കൂടി ബെറ്ററായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഇത്രയും നേരം ചെയ്തത് ഒരു സൈഡിൽ മാത്രമാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തതല്ലേ. അപ്പോൾ മറ്റേ സൈഡിൽ നമ്മൾ ചെരുവിലൊക്കെ മരം വരച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിലൊന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ഡൊക്കെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുഞ്ഞു മരങ്ങൾ ഇങ്ങനെ വരച്ച് ഇങ്ങനെ കൊടുക്കാം. ചെറുതായിട്ട് വരച്ച് കൊടുക്കാം. അങ്ങനെ വരച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്കുള്ള മൗണ്ടെയിൻ്റെ ആ ഭാഗം കൂടി നമ്മളൊന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം എവിടെയാണ് സൂര്യൻ അല്ലെങ്കിൽ ചന്ദ്രനായാലും എവിടെയാണ് വന്നേക്കണേന്ന് അപ്പോൾ ഏകദേശം മനസ്സിലാവുമല്ലോ. ഈ 3 മൗണ്ടെയിൻ്റെ ഏത് ഭാഗത്താണ് നിങ്ങൾ ഏകദേശം ഒന്ന് ആലോചിച്ചിട്ട് അതൊന്ന് കമൻറ്റിൽ പറയണേ. എവിടെയായിരിക്കും നമ്മുടെ സൂര്യനോ ചന്ദ്രനോ വരണേന്ന്. കാരണം നമ്മളിത് കറക്റ്റായിട്ട് ഏത് ടൈമാണെന്ന് ഇതിനകത്ത് കാണിക്കുന്നില്ല. ജസ്റ്റ് നിങ്ങളുടെ ഇമാജിൻ ചെയ്യാൻ മാത്രം വിട്ടുതന്നേക്കാണ്. അപ്പോൾ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം നമ്മളെ മൗണ്ടെയിൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബേസിക് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഡാർക്ക് ചെയ്ത് വെക്കുക. ഷെയ്ഡിങ് കറക്റ്റ് അല്ലാത്തടത്തൊക്കെ നമ്മൾ ഒത്തിരി കൂടി ഫിനിഷിങ് ടച്ചും അതുപോലെ ട്രീസിന് കുറച്ചും കൂടി ഭാഗത്ത് എവിടെയൊക്കെ എന്തൊക്കെ കൊടുക്കണം എന്നുള്ളതൊക്കെ ഒന്നുകൂടി നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട്
ആ അടിയത്തെ ഭാഗമൊക്കെ നമുക്കൊന്ന് ഇതാക്കി നമ്മൾ ഒരു സർക്കിൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സൂര്യനായിട്ടോ ചന്ദ്രനായിട്ടോ എടുക്കാം. ചെറിയൊരു സ്കൈ വരുന്ന രീതിയിൽ നമ്മളൊന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് മോർണിംഗിൽ മാത്രമല്ല കേട്ടോ സ്കൈ വരാം, രാത്രിയും ചെറുതായിട്ട് ഒരു വെള്ള ക്ലൗഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് വരച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നമ്മളെ കമൻറ്റിൽ പറയണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.